ഉദുമ കണ്ണികുളങ്ങര വലിയ വീട് തറവാട്ടിൽ ശ്രീ വയനാട്ടുകൊല്ലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ആരവമുയർന്നു. വർണ്ണപ്പൊലിമയാർന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടെയാണ് 4 നാളുകളിലായി നടത്തുന്ന മഹോത്സവത്തിന് തുടക്കമായത്. This news sponsored by Bobby Chemanur International Jewelers. രാവിലെ തറവാട്ടിൽ നിന്നുള്ള കന്നിക്കലവറയാണ് ആദ്യം സമർപ്പിച്ചത്. തുടർന്ന് തറവാട് നിലകൊള്ളുന്ന 1-ാം കിഴക്കേക്കര പ്രദേശത്ത് നിന്നുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തറവാട്ടിലെത്തി. ശേഷം വിവിധ പ്രാദേശിക സമിതികളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും പച്ചക്കറികളും ധാന്യങ്ങളും നാളികേരവും തുടങ്ങി ഭക്ഷണമൊരുക്കാനുള്ള വിഭവങ്ങൾ ഇവ സമാഹരിക്കാനായി അനുഷ്ഠാനപൂർവ്വം കെട്ടിയുണ്ടാക്കിയ കലവറയിൽ നിറച്ചു. മാതൃസമിതിയും നാട്ടുകാരും ചേർന്ന് വിളയിച്ചെടുത്ത പച്ചക്കറികൾക്ക് പുറമെയാണിത്. ഉത്സവനാളുകളിൽ തറവാട്ടിലെത്തുന്നവർക്കെല്ലാം വിഭവസമൃദ്ധമായ സദ്യ വിളമ്പണമെന്നത് ചടങ്ങിന്റെ തന്നെ ഭാഗമാണ്. ഇതിനായി വിശാലമായ അടുക്കളയും ഭക്ഷണശാലയുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 2-ാം ദിനമായ മാർച്ച് 29 വെള്ളിയാഴ്ച രാവിലെ മുതൽ തറവാട് ധർമ്മദൈവങ്ങളായ പൊട്ടൻ തെയ്യം, പന്നിക്കുളത്ത് ചാമുണ്ടി, കുറത്തിയമ്മ, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ്റ ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിയും. രാത്രിയോടെ മറക്കളത്തിലും ദീപം തെളിയും. തുടർന്ന് ആചാരസ്ഥാനികർ കോലധാരികളുടെ പേരുകൾ ചടങ്ങിന്റെ ഭാഗമായി വിളംബരം ചെയ്യും. 3-ാം ദിനമായ മാർച്ച് 30 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കാർന്നോൻ തെയ്യത്തിന്റെയും 7 മണിക്ക് കോരഞ്ഞൻ തെയ്യത്തിന്റെയും വെള്ളാട്ടങ്ങൾ അരങ്ങിലെത്തും. ശേഷം 9 മണിയോടെ മറക്കളത്തിലെത്തുന്ന കടനാർക്കിളൻ വെള്ളാട്ടത്തിന്റെ ബപ്പിടൽ ചടങ്ങ് കാണാനായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ ഈ തിരുസന്നിധിയിലേക്ക് വന്നുചേരും. തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങലിന് ശേഷം വയനാട്ടുകൊല്ലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങുവാഴും. പുലർച്ചെയോടെ അന്നദാനവും ഉണ്ടാകും. സമാപന ദിവസമായ മാർച്ച് 31 ഞായറാഴ്ച വൈകുന്നേരമാണ് കുലപൂർവികനായ ശ്രീ വയനാട്ടുകൊല്ലവൻ തെയ്യത്തിന്റെ ഏറ്റവും ഭക്തിനിർഭരമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങ്. ന്യൂസ് ബ്യൂറോ, ഉദുമ.